കൊച്ചിയിൽ വരുമ്പോ നിൽക്കാൻ വേണ്ടി അങ്ങനെ വരും ഞങ്ങളൊന്ന് കറങ്ങുന്നൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്നു. ആളുകൾ അവിഹിതാക്കിയോ? അത് ഉറപ്പല്ലേ ആക്കും. ഞങ്ങളൊരു ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രേണുസുതി നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാനായിട്ട് പബ്ലിക്കിന് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കാര്യം എന്ന് പറയുവാണെങ്കിൽ ഡബിൾ മീനിങ് വാക്കുകൾ പറയുക. ഈ വാക്കുകൾ പബ്ലിക്കിൽ എത്തിയിട്ട് പ്രശ്നമായെങ്കിൽ ആ കുറ്റങ്ങൾ റിയാക്ഷൻകാരുടെ തലയിൽ വെക്കുക. ഇതാണ് രേണുസുതി ചെയ്യുന്നത്. പബ്ലിക്കിന്റെ മുമ്പിൽ ഒരു ഉളുപ്പുമില്ലാതെ ആണുങ്ങളുടെ ഒക്കെ കൂടെ ഇരുന്നിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത്. സത്യം പറയുവാണെങ്കിൽ ഇവർക്ക് മക്കളൊക്കെ ഉണ്ട്, അവര് കേൾക്കുന്നുള്ള ബോധം പോലും രേണുസുതിക്കില്ല. മറ്റൊന്ന് പറയുവാണെങ്കിൽ ഈ ബോയ്സും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്തിട്ടുള്ള ക്യാമറയുടെ മുന്നിലുള്ള ബിഹേവിയർ, ഇത് രേണുസുതിക്ക് കുറച്ച് കൂടുതലാണ്. അതായത് ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഫീലിംഗ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്റെ അഭിപ്രായത്തിൽ ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് രേണുസുതി ചെയ്യുന്നത്. പോസിറ്റീവായിട്ട് എന്ത് ചെയ്താലും റീച്ച് കിട്ടത്തില്ലെന്ന് അറിയാം, കാരണം അതിനുള്ള ടാലന്റ് രേണുസുതിക്കില്ല. അതുകൊണ്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, അതാണ് രേണുസുതി ചെയ്യുന്നത്. അതില്ലെന്നറിയാം, കാരണം ഉണ്ടെങ്കിൽ അഭിനയം എന്ന് പറഞ്ഞിട്ട് ഈ കോമാളിത്തരം കാണിക്കത്തില്ലല്ലോ. ആ ദാസേട്ടനോട് റൊമാൻസ് ഇടാൻ പറയുവാണെങ്കിൽ പുള്ളി കുറച്ചെങ്കിലും ഇടും. രേണുവിനോട് ഇടാൻ പറഞ്ഞപ്പോൾ രേണു അവിടെ കിടന്നിട്ട് ഇളിക്കുവാണ്. രേണു അതിൽ കോമാളിയായിട്ട് ചിരിച്ചപ്പോഴത്തേനും ഡയറക്ടർ പറയുവാണ് ആ ചിരി അവിടെ കിട്ടണമെന്ന്. കാരണം രേണുവിനെ വെച്ചിട്ട് നെഗറ്റീവ് റീച്ച് ആണ് അവർ ഉണ്ടാക്കുന്നത്. രേണുവിനെ കോമാളിയാക്കിയിട്ട് പൈസ ഉണ്ടാക്കുക, അതാണ് ഡയറക്ടറും നോക്കുന്നത്. ഞാൻ ഇനി ഇന്റിമസി സീൻ ഉണ്ടെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഇനിയും രേണുസുതി അഭിനയിക്കും. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ ആണെങ്കിൽ രേണുസുതി അഭിനയിക്കും. അതുപോലെ വേറെ സംഭവമാണ്, നേരത്തെ പലവാശം ചോദിച്ചിട്ട് കാര്യങ്ങൾ പിച്ചുവും രേണുവും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. അവര് ഉടക്കിലാണ് കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ്? ഒരു ഉടക്കില്ല. പിന്നെ ഒരു സാധാരണ അമ്മയും മക്കളും ആണെങ്കിൽ സൗന്ദര്യ പണക്കെങ്കിലും ഉണ്ടാവും ഇല്ലയോ? നിങ്ങളൊക്കെ നമുക്ക് എന്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കൊക്കെ പിണങ്ങിയിരിക്കും. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യ പണക്കം പോലും ഇല്ല, പിന്നെ എവിടെയാ പണക്കം എനിക്കറിയില്ല. പിച്ചുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യം, അത് അവർ തീർത്തോളും. അവരുടെ ഫാമിലി മാറ്റേഴ്സിലൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. രേണു കോമാളിയായിട്ട് ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ട് ഇതൊക്കെ വിദേശത്ത് പോയിട്ട് വിദേശികൾ ട്രോളുമാണ് മലയാളികൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് മലയാളത്തിലെ സിനിമയ്ക്കൊന്നും ഒരു നിലവാരവും ഇല്ല, സിനിമയിലെ സീനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് അവർ ട്രോളുന്നേ. എന്നിട്ട് അവിടെയുള്ള മലയാളികളെ എല്ലാം കളിയാക്കുകയാണ്. രേണുവിന്റെ വീഡിയോസ് ഒക്കെ UK നല്ല ട്രോൾ ആയിട്ടുണ്ട്. വിദേശികളാണ് മലയാളികളെ ഇത് വെച്ചിട്ട് ട്രോളുന്നേ. മറ്റുള്ളവർക്കൊന്നും നമ്മുടെ നാട്ടില് ഈ വക അഭ്യാസങ്ങളൊന്നും അവരൊന്നും കാണത്തില്ല. അവരവരുടെ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. പക്ഷെ ഈ പല ഏഷ്യക്കാർക്കും ഈ പുറത്തുള്ള ആളുകൾക്കും ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ കളിയാക്കാൻ വേണ്ടി തന്നെ സ്പെഷ്യല് ഒരു പല ഗ്രൂപ്പുകളും ഉണ്ട്. അതായത് ഇപ്പം ഒരു ന്യൂസ് തന്നെ അതിനകത്ത് മുഴുവൻ ചിലപ്പോ വരുന്നത് ഇന്ത്യയിലെ നടക്കുന്ന കോമാളിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ പല കൈൻഡ് ഓഫ് വീഡിയോസും ഉണ്ട്. ഇത് കൂട്ട് കുറെ ഈ അലവരാതികളുടെ വീഡിയോസ് ഒക്കെ അതിനകത്ത് വരും. എന്നിട്ട് ഇത് കണ്ടിട്ട് ഇവരെനിക്ക് അയച്ചു തരും. എന്നിട്ട് ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നാട് ഇങ്ങനെയൊക്കെയാണോ? അതായത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇങ്ങനെയാണ്, അതായത് ഇപ്പൊ കിട്ടാനായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കോമാളിത്തരത്തിന് വേണ്ടി കാണിക്കണതാണ്. പക്ഷെ അവർ ചിന്തിക്കണ എന്താണെന്നറിയോ, ഇതാണ് നമ്മുടെ രാജ്യം, ഇങ്ങനെയാണ് ഇവിടെ. കേട്ടല്ലോ നമ്മുടെ രാജ്യം ഇതുപോലാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. കഷ്ടം. ഈ ഭോജ്പുരി ടീംസിന്റെ അതേ ശൈലിയാണ് ഓരോന്ന് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. ഉള്ള സിനിമകളും കാര്യങ്ങളും ഒക്കെ, അതായത് നമ്മളൊക്കെ ഈ ഭോജ്പൂരി മൂവീസോ അങ്ങനെ ബംഗാളി സിനിമകളൊക്കെ ഇല്ലേ, അപ്പൊ നമ്മളത് കണ്ട് കുറ്റം പറയത്തില്ലേ? അതുപോലെയാണ് അവർ ഇത് കണ്ടിട്ട് നമ്മളെ പറയണം നമ്മുടെ നാട് ഇങ്ങനെയാണ്, ഇവിടെ ഉള്ള ആളുകളെല്ലാം ഇങ്ങനെയാണ്, ഇതാണ് ഇവിടുത്തെ സംഭവം. എന്നിട്ട് ഇവര് നമുക്ക് ഫോർവേഡ് ആക്കി തരും ഇതൊക്കെ. എന്നിട്ട് അവര് തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്മൈലി ഇട്ട് കളിയാക്കി ചിരിക്കണ പോലെ ആയിരിക്കും ഇട്ടിട്ട് തരുന്നത്. സത്യം പറഞ്ഞില്ലേ, പണ്ട് ഞാൻ ഈ നാട്ടില്, അതായത് ഇവിടെ പുറത്ത് ഇപ്പൊ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഈ പെണ്ണുമ്പിള്ളയൊക്കെ കാണിക്കുന്നത് എന്ത് വേണേ ഇപ്പൊ ആരും അവന്റെ ഇഷ്ടത്തിന് നടക്കട്ടെ, ഇപ്പൊ നമുക്കെന്താ എന്നുള്ള രീതിയിലായിരുന്നു ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പിന്നെ ആയി ആളുകൾ നമ്മൾ കളിയാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ രാജ്യം ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ സിനിമകൾ ഇങ്ങനെയാണ്. ഇവരൊക്കെ ചിന്തിക്കണമുണ്ടല്ലോ, ഇങ്ങനെയാണ് ഇന്ത്യ.
ഇത് കണ്ടിട്ട് പിന്നെ ഇവര് പറയുന്നത് ഇത്രേ ഉള്ളൂ, ആളുകൾക്ക് ഇത്രയും വിവരേ ഉള്ളൂ, ആൾക്കാരെ അവിടെ കാണിച്ചു കൂട്ടുന്ന ഒരിടയ്ക്ക് മറ്റേ സ്ക്വിഡ് ഗെയിം ഇറങ്ങിയപ്പോ നമ്മുടെ ലാലേട്ടന്റെ ഡാൻസ് ആ പാട്ടുമായിട്ട് ഭയങ്കര മാച്ചായിട്ട് വന്നിട്ട് ഇതല്ലായിരുന്നു. അതെനിക്ക് ഒരു കൊറിയൻ എനിക്കത് കാണിച്ചു തരുവാണ് ഇത്. പക്ഷെ നമുക്കറിയാം, നമുക്കത് എന്തിഷ്ടമാണ് പുള്ളിക്കാർക്കാക്കാൻ. അവരിത് കോമാളിത്തരത്തിലാക്കി കിടന്ന് കളിയാക്കി ചിരിച്ചത് എന്തുവായി കാണിക്കുന്നേ എന്നുള്ള രീതിയിൽ അവര് നമുക്ക് അയച്ചു തരും. അപ്പം നമ്മുടെ ലാലേട്ടനെ ഒക്കെ അതുപോലെ അത്രയും സിംഗിൾ ആയിട്ടുള്ള ഒരു ഡാൻസ് ഇവന്മാർ അതുപോലെ പറയുന്നുണ്ടെങ്കിൽ ഈ ജാതി കോലമൊക്കെ കണക്ക് എന്തൊക്കെ അയച്ചു തരുന്നതെന്നുള്ളത് മനസ്സിലായോ? വിദേശ മലയാളികളൊക്കെ ജോലിക്ക് പോകുമ്പോഴത്തേനും അവിടെയുള്ള ആളുകളൊക്കെ അവർ ഈ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് നിങ്ങളുടെ നാട്ടിലെ ആളുകളൊക്കെ ഇങ്ങനെയാണല്ലേ എന്നൊക്കെ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഇതിൽ രേണു മാത്രമല്ല, അലൻ ജോസ് പെരേര എന്ന് പറയുന്ന കുറച്ച് ടീംസ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും നല്ല ക്രിയേറ്റിവിറ്റിയോട് ചെയ്യത്തില്ലേ? ഇങ്ങനെ കോമാളിത്തരം കാണിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ കോമാളിയാകാനായിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്നതിന് സത്യം പറയുവാണെങ്കിൽ ആ സോങ് മാത്രമേ നല്ലുള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്യുന്ന എല്ലാം കോമാളിത്തരമാണ്. നിങ്ങൾ ഈ ചെയ്യുന്ന കോമാളിത്തരം കാരണമാണ് നിങ്ങൾ ചെയ്യുന്ന ആൽബത്തിലെ സോങ് പോലും ഹിറ്റ് ആവാത്തേ. നിങ്ങൾ ചെയ്യുന്ന ആൽബത്തിന്റെ സോങ് ആരെങ്കിലും റിംഗ് ട്യൂൺ ആയിട്ട് ഇടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇടില്ല, കാരണം അത് ഇടാൻ കൊള്ളുന്ന സാധനമല്ല. ട്രോളും റിയാക്ഷൻ വീഡിയോ ഉള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ആൽബം ഒക്കെ കാണാനായിട്ട് ആളുകളുണ്ട്. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്ത് ആരും കാണത്തില്ല. ഒരു പ്രാവശ്യം കണ്ട ആളുകൾ വീണ്ടും വന്നിട്ട് അത് കാണത്തില്ല. കാരണം അത്രയ്ക്കും ദുരന്തമായിട്ടുള്ള അഭിനയമാണ് നിങ്ങളുടേത്. എങ്ങനെ വന്നത്? നീ ആരോടെങ്കിലും പറഞ്ഞോ? നമുക്ക് ശരിയാക്കാം കേട്ടോ. എനിക്ക് പേടിയാവുന്നു. നീ വിഷമിക്കല്ലേ ചിന്നു, കാര്യമില്ല, അമ്മയില്ലേ? സത്യം പറയുവാണെങ്കിൽ നിങ്ങളോട് ആർക്കും അസൂയ പോയിട്ട് ഒരു തേങ്ങ പോലും ഇല്ല. മറ്റ് ഭാഷക്കാരൊക്കെ നിങ്ങളുടെ ആൽബവും ഷോർട്ട് ഫിലിമും ഒക്കെ കണ്ടിട്ട് മലയാളികളെ കളിയാക്കുവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. സത്യം പറയുവാണെങ്കിൽ വിദേശികളൊക്കെ മലയാള സിനിമയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ആൽബം ഒക്കെ പോയിരുന്ന് കാണുന്നത്. എന്നിട്ട് മലയാളികളെ തന്നെ അടക്കം കളിയാക്കുവാണ്. മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേടാണ് നിങ്ങൾ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നമ്മൾ ഒരു റൂമിൽ, ഒരു ഫ്ലാറ്റിൽ, ഒരു റൂം എന്നല്ല പറഞ്ഞു, ഒരു ഫ്ലാറ്റിൽ പല റൂമുകളും ഉണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ഉണ്ണി ഉണ്ടായിരുന്നു, അവളുണ്ടായിരുന്നു, അവരുടെ ഉണ്ണിമായ ഉണ്ടായിരുന്നു, നമ്മുടെ നീ ഉണ്ടായിരുന്നു, ഞാനാണ്, എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിനാണ് ഈ വിവാദങ്ങൾ. പറഞ്ഞോണ്ട് കുഴപ്പമില്ല. എന്റെ ഷൂട്ട് കഴിഞ്ഞ് വന്ന ഡ്രസ്സുകളും കാര്യങ്ങളും അവിടെ വെച്ചതിനുമാണ് ഞാനിപ്പോ കേൾക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ ഇനിയിപ്പോ ഒരു മുറിയിൽ ഇരുന്നാലും നമുക്കിടയിൽ ഒരു നെഗറ്റീവ് സംഭവിക്കത്തില്ലെന്ന് എനിക്കറിയാൻ നിനക്ക്. ഇവരൊരു ഫ്ളാറ്റിലെ ബിഗ് ബോസിന് മുമ്പും അതിനുശേഷവും കഴിഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറെ ഗോസിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം രേണുവും ഇയാളും ഒരു റൂമിലാണ് താമസിച്ചെന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം ഇയാളുടെ റൂമിൽ രേണുവിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ വിവാദം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് രേണു പറയുന്നത്. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഫ്ളാറ്റിലൊക്കെ താമസിക്കും. മാത്രമല്ല അവർ തമ്മിൽ എന്താണെന്ന് അവർക്കേ അറിയത്തുള്ളൂ. നമ്മൾ ഊഹിച്ചൊന്നും പറയാൻ പോകണ്ട, കാരണം ഊഹിച്ചൊക്കെ പറയുവാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ രേണുവിനെതിരെ ഒരു യുവാവ് കേസ് കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ മാന്യമായിട്ടല്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളി പറയുന്നത് ഏകദേശം 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്നാണ്. പിന്നെ ചെകുത്താൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, രേണുസുതിക്ക് സുതി മരിച്ചതിന് ശേഷമാണ് നല്ലൊരു കാലം ഉണ്ടായത്, സുതി ഉള്ളപ്പോ നല്ലൊരു കാലം അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയുവാണെങ്കിൽ രേണുസുതിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്രയും റീച്ച് ഉണ്ടാകാൻ കാരണം ആരാണ്? സുതി. സുതി എന്നുള്ള പേര് വെച്ചിട്ടാണ് രേണുസുതി ഇപ്പോഴും നടക്കുന്നത്. സുതി എന്നുള്ള പേരില്ലെങ്കിൽ രേണുസുതി ഒന്നുമല്ല. മനസ്സിലാവുന്നത് സത്യമുള്ള കാര്യം പറയല്ല. വരുമാനം അത് ഇത്ര വെച്ച് കൂട്ടാനോ ഇതൊന്നും എനിക്കറിയാം. ഞാനറിഞ്ഞില്ല. ഞാൻ ഓരോരുത്തർ പറയുമ്പോഴാണ് ഇത്ര ഉണ്ടായിരുന്നു, ഇത്രയായോ എന്നൊക്കെ എനിക്കറിയില്ല. എത്രയാണ് മെറ്റ എടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. രേണുസുതി പറയുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞ ദിവസം രേണുസുതി കേട്ടതേ ഉള്ളതാണ്. അതറിഞ്ഞിട്ടാണ് രേണുസുതി ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് സബ്സ്ക്രിപ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിമിഷ ബിജോയിനെ പോലെ പൈസ ഉണ്ടാക്കാൻ ഇറങ്ങിയതാണെന്ന് നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ? അതുകൊണ്ടാണ് രേണുസുതി ഇങ്ങനെയൊക്കെ പറയുന്നത്. രേണുസുതിക്ക് ഇതൊക്കെ ശരിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. രേണുസുതി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഞാനൊരു വീഡിയോ കേട്ടതാണ്. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.